ട്രാവൽ ടാക്കീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് വാഗമൺ റൂട്ടിലാണ്. അവിടെ കാണാൻ പറ്റുന്ന എല്ലായിടത്തും നമ്മൾ കയറും. എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ശ്രീജിത്ത് ഉണ്ട്, ഷാനവാസ് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അവരെ വഴിയെ പരിചയപ്പെടാം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങോട്ട് പോകാം? വാഗമൺ റൂട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീജിത്ത്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ശ്രീജിത്ത് ഉണ്ട്, പിന്നെ ഷാനവാസ് കുറച്ച് മുമ്പ് പോയി. ആളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വാഗമൺ റൂട്ട്. വാഗമൺ പോണ റൂട്ടാണ്. പല റോഡുകളും പല സ്ഥലങ്ങളും ഗട്ടർ ആയിട്ട് വണ്ടി ഓടിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പോണത്. എന്നാലും നമ്മൾ പോവാണ്. സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ റോഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മോശമായിട്ട്. റോഡ് വളരെ മോശമാണ്. സ്ഥലം അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. റോഡ് മാത്രമേ മോശമുള്ളൂ, ബാക്കിയെല്ലാം അടിപൊളി. അടിപൊളി കുന്നുകളും മലകളൊക്കെ ആയിട്ട് അടിപൊളി. ഷാനവാസ് ഇങ്ങനെ മുമ്പിൽ പോകണ്ട്. റോഡ് ഭയങ്കര മോശമാണ്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ കംപ്ലൈൻ്റ് അല്ല, ഓഫായിപ്പോയി. ഈ ഗട്ടറല്ലേ കണ്ട, റോഡ് കണ്ട. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. പ്രദേശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. എന്ത് രസം നോക്ക്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ മറ്റേത് സംസ്ഥാനത്തോ ഏത് രാജ്യത്തോ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ റോഡുകളൊക്കെ വളരെ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ മാത്രം നമ്മുടെ ഈ നാട്ടിൽ ഈ ടൂറിസത്തിനൊന്നും അത്ര വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല. ഈ റോഡൊക്കെ നല്ലതാണെങ്കിൽ എന്തോരം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ വണ്ടി ഓഫായി പോയി, പെട്രോളില്ലടാ. വണ്ടി ശരിയായി.
ഫ്രണ്ട്സ്, നമ്മളൊരു കയറ്റത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. നല്ല മനോഹരമായ സ്ഥലം കണ്ടോ, അതിമനോഹരമായ സ്ഥലം. ഈ മലയൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയാന്ന് നോക്ക്. ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തി കുറച്ച് നേരം ഒന്ന് ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വണ്ടി ഒരു ഗട്ടറിൽ വീണിട്ട് ചെറുതായിട്ടേ ഗട്ടറിൽ നിന്നപ്പോൾ വണ്ടി നിന്നുപോയി. പിന്നെ വണ്ടി എടുത്ത് കയറ്റി ഇപ്പോൾ വന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാണ് യാത്ര. ഇത് ശ്രീജിത്ത്, ഇത് ഷാനവാസ് ആയുർവേദ തെറാപ്പിസ്റ്റാണ്. പിന്നെ ശ്രീജിത്ത് ഫോട്ടോഗ്രാഫറാണ്. പുള്ളി ഇങ്ങനെ ഈ യാത്രയൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്ന ഒരാളാണ്. അപ്പം ശ്രീജിത്ത് എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ്. സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ ഞങ്ങൾ വാഗമൺ യാത്രയിലാണ്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഓക്കെ. ഇറങ്ങി കഴിഞ്ഞു. ഇതാണ് ഈ റോഡിലെ ഒരു അവസ്ഥ. ഭീകര ഗട്ടർ കണ്ടോ. ഇത് നോക്ക്, എൻ്റെ പൊന്നോ, ഇതിൽ കൂടെയൊക്കെ എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ വണ്ടി കയറി അപ്പോൾ വണ്ടിക്ക് എത്രാമത്തെ ഷോപ്പാണ്. FC ആണ് വണ്ടി, എന്നിട്ടത് ഓഫ് ആയിപ്പോൾ. ഇതുപോലത്തെ ഗട്ടർ ചാർലി. തേയിലത്തോട്ടങ്ങൾ അടിപൊളി. നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പാണ്. നമ്മൾ AC യിലൊക്കെ ചെന്ന് പെട്ട AC റൂമിലൊക്കെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. കണ്ട, ഇതൊക്കെ ഇവിടെ തേയിലത്തോട്ടങ്ങൾ മാത്രമാണ്. ഇവിടെ പ്രധാന കൃഷിയാണ് തേയില. സൂപ്പർ യാത്രയാണ്. ഇപ്പോൾ വാഗമണ്ണിൽ പോവാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാഗമണ്ണിൽ വരണം. സൂപ്പറാണ്. നമ്മളിവിടെ അന്വേഷിച്ചു വാഗമണ്ണിലേക്ക് ഇനി 11 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ ഒരുപാടായി. അടിപൊളി സ്ഥലം, സൂപ്പറല്ലേ. എൻ്റെ പൊന്നോ, എന്നാ രസമാണ്. നീരൊഴുക്ക് കിട്ടുന്നത്. മുകളിൽ ഒരു ഗ്രാമമുണ്ട്. ആ മലയുടെ മുകളിലൊരു ഗ്രാമമുണ്ട്. കുറേ വീടുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. എന്ത് രസമുള്ള താഴ്വാരങ്ങളും.
ഫ്രണ്ട്സ്, നമ്മൾ പൈൻമര കാടുകളുടെ ഇടയ്ക്കിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈൻമരത്തിൻ്റെ കാട്ടിക്കടയാണ് പോകുന്നത്. രസമുണ്ട്, നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. കല്ല് പാകിയ വഴിയാണ് ഇതിൽ നമുക്ക് നടക്കാനായിട്ട്. നമ്മൾ പൈൻമര കാടുകളിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ്സൊക്കെ നമുക്ക് കുറച്ച് നെഗറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഷാനവാസ് ഇതൊക്കെ പറയും, ഒന്ന് പറയും. ഈ പൈൻമരം എന്ന് പറയുന്നത് നല്ല ഭംഗിയൊക്കെയാണ് കാണാനായിട്ട്, നല്ല തണവാണ്. ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഇതൊക്കെ നല്ല രസമാണ് അത് കാണാൻ മാത്രം. പക്ഷെ പ്രകൃതിക്ക് ഇത് യാതൊരു രീതിയിൽ ഗുണങ്ങൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പൈൻമരത്തിൻ്റെ ചോട്ടിൽ ഒന്ന് കാണിച്ചോളൂ. പൈൻമരത്തിൻ്റെ ചോട്ടിൽ വേറൊരു സസ്യങ്ങൾ പെട്ടെന്ന് പിടിക്കില്ല. കാരണം ഇത് വീണ് കഴിഞ്ഞാൽ ഇത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭൂമി നശിച്ചു പോയാണ്. അവിടെ വേറെ വളമോ വേറെ മറ്റുള്ള സസ്യജാലങ്ങളോ വളരാൻ ഇത് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്ത്യ കണ്ടുവരിച്ച ബ്രിട്ടീഷുകാർ അവർ ചെയ്തൊരു ചതിയാണ് ഈ പൈൻമരക്കാടുകൾ. അവർ ചെയ്തത് വെച്ചാൽ ഇന്ത്യക്കുള്ള ആ പ്രകൃതി സമ്പത്ത് നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ സായിപ്പന്മാർ ഹെലികോപ്റ്ററിനാണ് ഈ സാധനം കാടുകൾ വിതരണം ചെയ്തത്. അങ്ങനെ കാടുകൾ ഇത് വിതച്ച് അത് മുളച്ചു വന്നതിന് ശേഷം എന്താ പറ്റിയത്? നമ്മുടെ കാട് നശിച്ച്. ഈ പൈൻമരക്കാടുകളിൽ ഇപ്പോൾ ഉള്ളത് കുറേ ചെറുപ്പക്കാർക്കൊക്കെ വന്നിരിക്കുക എന്നല്ലാതെ നമുക്ക് പ്രകൃതിക്ക് യാതൊരു രീതിയിലോ ഒരു ഗുണവും ചെയ്യാത്തൊരു സാധനമാണ് പൈൻമരങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് അക്കോഷ്യ പൈൻമരങ്ങൾ പോലുള്ള മരങ്ങളെല്ലാം പറിച്ചു കളഞ്ഞ് അവിടെ ജനങ്ങൾക്കും പ്രകൃതിക്കും ഗുണങ്ങളുള്ള മറ്റുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടോ ഇതിൻ്റെ ഈ പൈൻമരത്തിൻ്റെ ചുവടൊക്കെ കണ്ടോ, ഒരു പുല്ല് പോലും ഇല്ല. ഈ മരത്തിൻ്റെ ഇല വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പുല്ല് പോലും മുളയ്ക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇതായിട്ട് മോശമായിട്ട് കിടക്കും. അപ്പുറത്തൊക്കെ കാടുണ്ട്, പൈൻമരത്തിൻ്റെ അപ്പുറത്തൊക്കെ പിന്നെ കാടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഒന്നുമില്ല. പിന്നെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാം. നല്ല രസമുള്ള സ്ഥലമാണ്. കുറേ കപ്പിൾസൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പതുക്കെ പൈൻമരക്കാടുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ട ഈ കടയിലൊക്കെ വെച്ചാൽ ഏറ്റവും കൂടുതലുള്ള തേയിലയും ചോക്ലേറ്റുകളൊക്കെയാണ്. പിന്നെ നെല്ലിക്ക കൊണ്ട് ഈ ശർക്കരയിലിട്ട് വഴറ്റിയെടുത്തിട്ടൊരു ഐറ്റം ഒന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് അത്. അപ്പോൾ ഞങ്ങളത് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ കുറേ ഐറ്റംസ്, അങ്ങനെ തേയില ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ, ചോക്ലേറ്റും. പിന്നെ ഇങ്ങനെ കുറേ കടകൾ ഇവിടെ വേറെ ഉണ്ട്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. വാഗമൺ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വാഗമൺ കാഴ്ചകൾ ഇനിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം. അടുത്ത എപ്പിസോഡ് വാഗമണിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. മിസ് ചെയ്യാണ്ട് കാണണം. ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ട്രാവൽ ട്രാക്കീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ വാഗമൺ കണ്ടു, പൈൻമരക്കാടുകൾ കണ്ടു, പോണ വഴിക്കുള്ള ഒരുപാട് സുന്ദരമായ പ്രദേശങ്ങൾ കണ്ടു, ഒരുപാട് താഴ്വാരങ്ങൾ കണ്ടു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണ്. അത് സ്വീകരിച്ചുകൊണ്ട് പുതിയ വീഡിയോകൾ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പം ട്രാവൽ ടാക്കീസിൽ നിന്നും ഇറ്റ്സ് മീ ഹരീഷ് പുരുഷോത്തമൻ സൈനിങ് ഓഫ്.